ന്യൂദില്ലി ഭോപ്പാൽ വന്ദേ ഭാരത് എക്സ്പ്രസിൽ വിൻഡോ സീറ്റ് നൽകാൻ വിസമ്മതിച്ച യാത്രക്കാരനെ ട്രെയിനിനുള്ളിൽ നേരിട്ടത് ക്രൂരമർദ്ദനം. സീറ്റ് മാറാൻ തയ്യാറാവാതിരുന്ന യാത്രക്കാരനെ BJP MLA ആയ രാജീവ് സിംഗും അനുയായികളും ചേർന്നാണ് തല്ലിച്ചതച്ചത്. യാത്രക്കാരനെ തല്ലിച്ചിതയ്ക്കുന്ന ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ വൈറലായതോടെയാണ് സംഭവം പുറത്തുവരുന്നത്. യൂണിഫോമിലുള്ള പോലീസുകാരനടക്കമുള്ളവർ യാത്രക്കാരനെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. MLAയുടെ സീറ്റ് മറ്റൊരു നിരയിലും ഒപ്പമുണ്ടായിരുന്ന കുടുംബത്തിന്റെ സീറ്റ് മറ്റൊരു നിരയിലുമായിരുന്നു. കുടുംബത്തിനൊപ്പം സീറ്റുണ്ടായിരുന്ന ആളുമായി സീറ്റ് മാറാനുള്ള ശ്രമങ്ങൾ വാക്കേറ്റത്തിലും പിന്നാലെ കയ്യേറ്റത്തിലും കലാശിക്കുകയായിരുന്നു. വലിയ രീതിയിലുള്ള രാഷ്ട്രീയ വിവാദമായി മാറിയിരിക്കുകയാണ് സംഭവം. ആക്രമണത്തിന്റെ വീഡിയോ കോൺഗ്രസ് വക്താവ് സുപ്രിയയാണ് പുറത്തുവിട്ടത്. രക്തം പുരണ്ട ടീഷർട്ടുമായി മുഖത്തുനിന്ന് രക്തം തുടയ്ക്കുന്ന യാത്രക്കാരൻ്റേത് തന്നെ പേരിലുള്ള ദൃശ്യങ്ങളും ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട്. MLAയോടും കുടുംബത്തോടും മോശം പെരുമാറ്റമാണ് യാത്രക്കാരൻ്റെതെന്ന് ആരോപണമാണ് MLA ഉയർത്തുന്നത്. ഭാര്യയ്ക്കും മകനും ഒപ്പമിരുന്ന് BJP MLA യാത്ര ചെയ്തിരുന്നത്. ഝാൻസി എത്തിയപ്പോഴാണ് യാത്രക്കാരൻ മോശമായി പെരുമാറിയതെന്നാണ് MLA ആരോപിക്കുന്നത്. ഉത്തർപ്രദേശിലെ ഝാൻസിയിൽ നിന്നുള്ള BJP MLA ആണ് രാജീവ് സിംഗ്. ഭോപ്പാലിലേക്കാണ് മർദ്ദനമേറ്റ യാത്രക്കാരൻ ടിക്കറ്റ് എടുത്തിരുന്നത്.